എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ സർവകലാശാല വെബ്സൈറ്റ് വഴി ആരംഭിച്ചു കഴിഞ്ഞു. രജിസ്ട്രേഷൻ ലിങ്ക് KRIP ലോഗിനിൽ ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പരാതി പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. വിദ്യാർത്ഥികൾ ഒരുപാട് പേർ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം തന്നെയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. എന്നാൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലിങ്ക് KRIP ലോഗിനിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് KRIPൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തത്, നിങ്ങളുടെ രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആകാത്തത്, എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക? ഇതിനുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടി എന്ന് വെച്ചാൽ കോളേജുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കാണ് എന്ത് ചെയ്യുന്നത്, വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആയി കിട്ടാത്തതിനുള്ള കാരണം. അവർ യൂണിവേഴ്സിറ്റി നമ്മൾ FIUGPയുടെ സെക്ഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് കോളേജുകൾ തങ്ങൾ ചെയ്യേണ്ട കോളേജ് വെരിഫിക്കേഷൻ കൃത്യമായി നിർവഹിച്ചാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആയി കിട്ടും. കോളേജുകൾ ചെയ്തതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആകില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഫെബ്രുവരി മാസം 15-ാം തീയതി വരെയാണ് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇതുവരെയും രജിസ്ട്രേഷൻ ലിങ്ക് ആയി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് HODയുമായി ബന്ധപ്പെടുക. ശേഷം HODയുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് നിങ്ങളുടെ പ്രശ്നം ബോധിപ്പിക്കുക. എന്നിട്ടും നിങ്ങളുടെ പ്രശ്നം കേൾക്കുന്നില്ല, അവരത് ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 0497271545 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ ഇഷ്യൂ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് തന്നെ അറിയിക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾ കോഴ്സ് രജിസ്ട്രേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലിങ്ക് കാണുന്നില്ല എന്നുള്ള പ്രശ്നം ആദ്യം നിങ്ങളുടെ കോളേജിന് ധരിപ്പിക്കുക. നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നില്ല എന്ന പ്രശ്നം ആദ്യം നിങ്ങളുടെ കോളേജിലെ HODമാരെ അറിയിക്കുക. ശേഷം HODമാർ ഈ വിഷയം ഗൗരവമായി എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സർവകലാശാലയ്ക്ക് തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് 0497271545 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യുകയും നിങ്ങളുടെ ഇഷ്യൂ ഡയറക്റ്റായിട്ട് സർവകലാശാലയെ ധരിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, HODമാരുമായിട്ട് ബന്ധപ്പെടുക. HODമാർ ചെയ്തു തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും തരത്തിൽ HODമാർ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല, അവരിത് വലിയ ഗൗരവം എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ഒഴിവുകേടാണ് അവർ പറയുന്നതെങ്കിൽ, അവർ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഷ്യൂ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സർവകലാശാലയെ ധരിപ്പിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.